ഈ സാധാരണ ഗ്രാമത്തിനെ സംബന്ധിച്ച് ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളൊന്നും വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് ധാരാളം തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട്. ധാരാളം കമ്പനികൾ നമ്മുടെ കേരളത്തിന് പുറത്ത് ധാരാളം കമ്പനികൾ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നു. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു 1-2 സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കുഞ്ഞു പഞ്ചായത്തിൽ എത്തിച്ചാൽ നമുക്ക് ധാരാളം പേർക്ക് തൊഴിൽ നൽകാനുള്ള ഒരു സാധ്യതയില്ല. ഇവിടുത്തെ MLA അത് ചെയ്യില്ല, MP അത് ചെയ്യില്ല, ഞാനത് ചെയ്യണമല്ലേ? ഞാൻ തൃശ്ശൂർ കൊണ്ടുപോകാനല്ലേ നോക്കൂ. ഞാൻ അങ്ങനെ അല്ല കേട്ടോ. പ്രാദേശികത ഇല്ലാതെ പറഞ്ഞ സജഷൻസ് പോലും വക്രമാക്കിയവരാണ് അവര്. ഇപ്പോഴും കാത്തു നിൽക്കുക വക്രത്തിന് എന്ത് കിട്ടും. ഞാൻ ഒരു പ്രാദേശികതയും നോക്കിയിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കേരളമെന്ന് തന്നെ ഞാൻ അങ്ങനെ മാറ്റി നിർത്തി ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു പൊസിഷനിലാണുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വൈകാരികത വരും അല്ലെ? എല്ലാവർക്കും അതുണ്ട്. പക്ഷെ ഞാൻ കൊല്ലമെന്നോ തിരുവനന്തപുരമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല. പൊതുവായി വികസിത ഭാരതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വികസിത് ഭാരത് 2047. അതിന് 4 പില്ലേഴ്സാ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീശക്തി, നാരീശക്തി, യുവാശക്തി, ഗരീബ് കല്യാൺ, അന്നദാത, കർഷകൻ. ഈ ഇത്രയും കാര്യങ്ങളെ സംബന്ധിച്ച് 4 പില്ലർ ഉണ്ടാക്കിയില്ല. നാരീശക്തിക്ക് എന്ത്, യുവാശക്തിക്ക് എന്ത്? ഇദ്ദേഹം നേരത്തെ പറഞ്ഞ തൊഴിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സ്കില്ലിങ്ങിനൊരു മിനിസ്ട്രി ഉണ്ടാകുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അതിൽ തന്നെ കൗശൽ യോജന, വിശ്വകർമ്മ അഭിയാൻ, 18 ട്രേഡുകളാണ് അതിന്റെ അപ്സ്കില്ലിംഗ്. ഇതിന് ഷോക്കേസ് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമിൽ ഒരു ഉൽപ്പന്നത്തിന്റെയെങ്കിലും പ്രദർശനം, വിൽപ്പന. അപ്പൊ വെറുതെ 4 പില്ലർ ഉണ്ടാക്കി വെക്കുകയല്ല. അന്നദാത, കർഷകന് വേണ്ടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ അവർക്ക് 6000 രൂപ എത്തിച്ചു കൊടുക്കുന്നു. അത് 12000 രൂപയാക്കാനുള്ള ചിന്തയും അതിനുള്ള കണക്കെടുപ്പും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിനൊരു ലിസ്റ്റ് അയച്ചപ്പം 37 ലക്ഷം കർഷകരും അവരൊരു പദ്ധതി ഉണ്ടാക്കിയപ്പോഴേക്കും അതിൽ നിന്ന് എത്ര ലക്ഷം കർഷകർ കുറഞ്ഞു എന്നുള്ളിടത്ത് ആ കള്ളത്തരവും വെളിവായിട്ടുണ്ട്. അനർഹരായവർ, BPL കാർഡിന്റെ കാര്യത്തിൽ എത്രയോ അർഹരായവർ ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത്. വെള്ളക്കാർഡ്, മഞ്ഞക്കാർഡ്, നീലക്കാർഡ് എന്ന് പറഞ്ഞ് നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2 നില വീടും ഒരു കാറും 2 സ്കൂട്ടറും ഒക്കെയുള്ള വീടുകളിലൊക്കെ BPL കാർഡുണ്ട്. ഈ സംവിധാനമൊക്കെ തച്ചടക്കാൻ ഒരു മാർഗം വേണ്ടേ? അതിന് ആർജവമുള്ള ഒരു ഭരണം വരണം. വരാതെ ഒരു നിവൃത്തിയില്ല. ഇവിടെ ഉന്നയിച്ചതില് ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് എനിക്ക് ഉടനെ നടപടിയെടുക്കാം. എനിക്ക് ആരുടെയും സപ്പോർട്ടോ പിന്തുണയോ ഒന്നും ആവശ്യമില്ല. അതെനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കളക്ടർമാരെ വിളിച്ചാൽ അവര് കൃത്യമായി റെസ്പോണ്ട് ചെയ്യും. ഇപ്പൊ ഇവിടുന്ന് കോട്ടയം കളക്ടറെ വിളിച്ചു, അദ്ദേഹം അത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ഫലമുണ്ടായാൽ മതി. അല്ലാതെ എത്ര കാര്യങ്ങളാണ് നമുക്ക് അപേക്ഷിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് അപേക്ഷിക്കുന്നത് ഞാൻ അങ്ങോട്ട് തിരിച്ച് മന്ത്രി ശ്രീമതി വീണ ജോർജിന് അയക്കും, റോഷി അഗസ്റ്റിന് അയക്കും, ചിഞ്ചു റാണി മാഡത്തിന് അയക്കും. ഇതെല്ലാം എനിക്ക് സാധ്യമാകുന്നുള്ളൂ. പഞ്ചായത്തിലടക്കം വരുന്ന ആരോഗ്യ മേഖലയിൽ പല ആളുകളും ഭയങ്കര ആശങ്കയിലാണ്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ ഇപ്പൊ തിരിച്ചെടുത്തു തുടങ്ങി. സർക്കാർ പണം അടയ്ക്കാത്തതിന്റെ പേരിൽ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല, കേന്ദ്ര സർക്കാരിന്റെ വിഷയമല്ല, സംസ്ഥാന സർക്കാരിന്റെയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ഒരു വാചകങ്ങൾ കൊണ്ടെങ്കിലും അതിനൊരു പരിഹാരം കാണാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഏറ്റവും എളുപ്പം ഇപ്പൊ പത്രക്കാർ ഇത്രയും പേരുള്ള 24 ഉണ്ട്, ഓക്കെയാണ്. മീഡിയ 1 ഉണ്ടോ, കൈരളി ഉണ്ടോ, ഏഷ്യാനെറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താ അറിയാം? ഞാൻ നിങ്ങളെ ഇവിടെ അറഞ്ചം പുറഞ്ചം അങ്ങ് അവഹേളിച്ചു എന്ന് വരുത്തണം. ഇവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. നിങ്ങൾ തന്നെയല്ലേ അത് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്.
ഞാനാണ് അതിന്റെ വേദന പേറുന്നത്. വേദന ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, ഭയങ്കര ദുഃഖം തോന്നാറുണ്ട്. പക്ഷെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ ദുഃഖം എന്നെ തളർത്തിയാൽ അടുത്ത കലുങ്ക് നടക്കില്ല. അവരുടെ ആവശ്യവും അതാണ്. അവരുടെ ആവശ്യത്തിന്റെ നട്ടലിൽ ഒടിക്കുക മാത്രമല്ല, കത്തിച്ചു കളയും. അത് വേറെ കാര്യം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. അതും പക്ഷെ ഇവരൊന്നും അധികം അറിഞ്ഞിട്ടില്ല. അതോ അറിഞ്ഞിട്ടും അറിയാത്തതായി നടിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഡോക്ടർ ഹാരിസിന്റെ ഒരു വിഷയം ഉണ്ടായപ്പോ അദ്ദേഹത്തെ വല്ലാണ്ട് ചവിട്ടി തേച്ചു. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. രണ്ടാമത്, ഈ റീനൽ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് സർജറികൾ നിർത്തിവെച്ചു. ഇതുപോലെ ഇതിന്റെ ഉപകരണമില്ല എന്ന് പറഞ്ഞു. 2,70,70,000 രൂപ എന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് കൊടുത്ത് അത് പുനഃസ്ഥാപിച്ചു. 4 മെഷീൻ ഏതാണ്ട് 3-4 മാസത്തേക്ക് പിന്നെ അണമുറിയാതെ വരുന്ന അത്യാവശ്യക്കാർക്കെങ്കിലും ഇത് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തപ്പോൾ സർക്കാരിന്റെ ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്ന് 1 മെഷീൻ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് മെനിഞ്ഞാന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ 5 മെഷീൻ ഇപ്പോൾ അവിടെയുണ്ട്. അത് എത്ര നാൾ പോകുമെന്നുള്ളത് അറിയത്തില്ല. ഇതെല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു 100 കോടി തികയ്ക്കുന്ന ഒരു സിനിമ കിട്ടിയാൽ എന്റെ ശമ്പളം കൂടും, എന്റെ സിനിമയുടെ എണ്ണം കൂടും. അങ്ങനെ വന്നാൽ അതിൽ നിന്നാണ് ഇതെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേ ഞാനൊരു മാർഗമായിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇവരെല്ലാവരെയും വിളിച്ചു നിർത്തി. ഏതാണ്ട് 10-25-30 ക്യാമറ ഉണ്ടായിരുന്നു. നിങ്ങൾ വോട്ട് കാസ്റ്റ് ചെയ്യുന്നതിന്റെ തലേന്നാണ്, പോളിംഗ് ദിവസത്തിന്റെ തലേന്നോ അതിന്റെ തലേന്നോ ആണ്. എനിക്ക് മന്ത്രിയൊന്നും ആവേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ സ്വപ്നം കാണുന്ന, അവർക്ക് നിഷേധിക്കപ്പെട്ട പദ്ധതികൾ കൊണ്ട് ചെല്ലുമ്പോൾ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അതും വേറെ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചത്. ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്ന പ്രോജക്ട്സ് ചൊൽപ്പടിക്ക് നിൽക്കുന്ന മന്ത്രിമാരെ കൊണ്ട് അതൊന്ന് ചെയ്യിച്ച് തന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മതി. അവർക്ക് മന്ത്രിയൊന്നും ആവശ്യമില്ല. ഇത് ഒന്ന് എടുത്ത് പറഞ്ഞതാണ്, എടുത്തു കൊടുത്തിട്ട് ഇപ്പൊ അവരെന്റെ രാജിക്കത്ത് വരെ അവർ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു. എന്തിനാണെന്നറിയാം? ഒന്ന് ഉദിച്ചുയരുന്ന സൂര്യന് മേലെ ഒരു കാർമേഘം കടത്തിവിടാനേ അത് സാധിച്ചിട്ടുള്ളൂ. ആ കാർമേഘം പെയ്തിറങ്ങി, സൂര്യൻ തെളിഞ്ഞുകൊണ്ടേ നിൽക്കും. സൂര്യൻ തെളിയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജനജീവിതം. നമ്മുടെ കോശങ്ങൾ പോലും കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ സൂര്യകിരണം മറയ്ക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം. ഈ കോണ്ടെക്സ്റ്റിൽ എനിക്ക് അതേ പറയാനുണ്ട്. അപ്പോ എല്ലാ സംവിധാനങ്ങളും തിരുത്തുന്നതിന് വേണ്ടി വികസിത ഭാരതം എന്ന് പറയുന്ന സങ്കല്പ യാത്രയിൽ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം എന്ന 1, 2, 15, 20 ബോഗികൾ, കമ്പാർട്ട്മെന്റുകൾ, നിങ്ങൾ ആ വികസിത ഭാരത സങ്കല്പ യാത്ര എന്ന് പറയുന്ന ബുള്ളറ്റ് ട്രെയിനിലേക്ക് നിങ്ങൾ അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക. ഡബിൾ എഞ്ചിൻ സർക്കാർ ഉറപ്പാണ് വരുന്നത്, വാക്കല്ല, വാഗ്ദാനമല്ല, ഉറപ്പ് വരുന്നു. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ 5 വർഷം കൊണ്ട് 25% നിങ്ങൾ കൈയടിക്കുന്ന, നിങ്ങൾ ചിരപ്രതിഷ്ഠ നേടിത്തരുന്ന തരത്തിലുള്ള പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരള സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ സാധിച്ചു തരാൻ സാധിക്കും. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ 9-ാം വാർഡില് ചല്ലോലി വാട്ടർ അതോറിറ്റിയുടെ ചല്ലോലി കുളമുണ്ട്. ഈ വിഷയം ഞാൻ 15/6/2024 കളക്ടറുടെ പൊതുജന സമ്പർക്ക പരിപാടിയിൽ ഇതിനെ സംബന്ധിച്ചൊരു പരാതി നൽകിയിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, പഞ്ചായത്തിൻ്റെ 5, 6, 7 വാർഡുകളിലേക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ കണക്ഷൻ നൽകിയിട്ടുണ്ട് നമ്മുടെ ജലജീവനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ 25 വർഷമായിട്ട് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്.
ഞാൻ ഇതിന്റെ സാങ്കേതിക വശം പഠിച്ച സമയത്ത് ഒരു പൈപ്പ് കണക്ട് ചെയ്താൽ നമ്മുടെ ഈ വാർഡിൽ തന്നെ ഒരു 150ഓളം വീടുകൾക്ക് വെള്ളം എത്താൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതൊരു 1-2 ദിവസത്തെ വാട്ടർ അതോറിറ്റിക്കാരുടെ പണിയെ അതിന് വേണ്ടി വരും. ആ ഒരു വിഷയം അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത്, ഈ കുളത്തിന് നിലവിലൊരു വാട്ടർ അതോറിറ്റി ആരുടെ കീഴിലാണ് വരുന്നതെന്ന് ധാരണയുണ്ടല്ലോ അല്ലേ? അതാണ്. പക്ഷെ അതൊരു അറ്റ്ലീസ്റ്റ് ഈ മാധ്യമക്കാർക്കെങ്കിലും അറിയാമല്ലോ അല്ലേ? വാട്ടർ അതോറിറ്റി, ജൽജീവൻ മിഷന്റെ സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? സാങ്കേതികമായ ചെറിയൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ കാര്യമല്ല. അല്ല, പൈപ്പ് ലൈൻ കണക്ട് ചെയ്യുക എന്നുള്ളത് സാങ്കേതികമായ പ്രവൃത്തി. ജൽജീവൻ മിഷന്റെ മെയിൻ ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 8 കിലോമീറ്ററിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് എത്തിച്ചു തരിക അല്ലെ? ഇതെത്ര 8 കിലോമീറ്റർ ദൂരെയാണോ ഇത് ഓടുന്നത്? ഇല്ല, മെയിൻ ലൈൻ അല്ല. ജൽജീവൻ മിഷന്റെ വലിയ പൈപ്പ് ഓടുന്നത് എത്ര ദൂരെയാണ്? 8 കിലോമീറ്റർ ഒന്നും ഇല്ല, 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ. 1 കിലോമീറ്റർ. അപ്പോൾ ഉറപ്പായിട്ടും അത് വീടുകളിലേക്ക് വരെ എത്തിക്കേണ്ട ചുമതലയുണ്ട്. അതിനകത്ത് വെള്ളം ഉറപ്പാക്കേണ്ടതും വാട്ടർ അതോറിറ്റിയാണ്. വെള്ളമുണ്ട്, നിലവിൽ കുളത്തിൽ വെള്ളമുണ്ട്. പിന്നെന്താ എത്താത്ത? അതറിയില്ല. ഞാൻ ഇതിന്റെ സൂപ്പർവൈസറായിട്ട് സംസാരിച്ചതാ. അത് ഇതുപോലെ ഒരു സഭ വിളിച്ചുകൂട്ടി നിങ്ങളുടെ MLA അതുപോലെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരെ എല്ലാം വിളിച്ചിരുത്തി ഇത് റേസ് ചെയ്ത് അവരെ കൊണ്ട് നടപടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അവരുടെ പ്രാപ്തി നിങ്ങൾ അതിൽ നിന്ന് അളക്കണം. ഒരു ടീ കണക്ട് ചെയ്താൽ വെള്ളം എത്തും. ഞാൻ വന്ന് കണക്ട് ചെയ്താൽ മതിയോ? ഞാൻ തയ്യാറാ. അല്ല, ഞാനതാണ് കളക്ടർക്ക് പരാതി കൊടുത്തത്. അത് അവിടെ കിടക്കുക. കളക്ടർക്ക് ഞാൻ 15 കോപ്പി പരാതിയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അതിന്റെ അല്ല, എന്റെ ഞാൻ തരാം.